ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ നമുക്ക് പോകാമോ ലതികാസ് ബ്ലോഗിലേക്ക്? എല്ലാവർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഓടിവ വീഡിയോ കാണാം. വീഡിയോ എന്ത് കാണാതിരിക്കുന്നു? ഒന്നുമില്ല. എൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നടത്തവും അടുക്കളയിൽ കിടന്ന് പാചകം ചെയ്യലും എൻ്റെ കൊച്ചുമോൻ കണ്ടല്ലോ അവിടെ നിന്ന് എത്തി ഒളിഞ്ഞ് നോക്കുകയാണ്. ഇനിയിപ്പോൾ അവൻ അവിടെ ഇരിക്കില്ല. എവിടെ ഇരുത്തിയാലും അടുക്കളയിൽ ആര് നിന്നാലും അവൻ അടുക്കളയിലേ വന്നിരിക്കുകയുള്ളൂ. എത്ര അങ്ങോട്ട് മാറ്റി നിർത്തിയാലും അവൻ നിൽക്കില്ല. അങ്ങനെ രാവിലെ ഇതേ മുട്ടക്കറിയൊക്കെ വെച്ച് കേട്ടോ. രാവിലെ മുട്ടക്കറിയും വെച്ച് പൂരിയാണെന്ന് ഉണ്ടാക്കുന്നത്. എന്നും ദോശയും പുട്ടും ഇഡ്ഡലിയൊക്കെ അല്ലേ കഴിക്കണം. അപ്പോൾ ഇന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ ഇന്ന് പൂരി ഉണ്ടാക്കി. പിന്നെ എന്താ പ്രത്യേകിച്ച് വേറെ അടുക്കള വിഭവങ്ങളൊന്നുമില്ല. എന്നത്തെയും പോലെയുള്ള മീൻകറിയും ചാളക്കറിയും ചോറും അതൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെ തന്നെ എനിക്ക് കാണിക്കാനുള്ളൂ. എനിക്കിതൊക്കെ തന്നെ അറിയാവൂ. നിങ്ങളെല്ലാവരും കാണുന്ന എല്ലാവർക്കും പ്രത്യേക സ്നേഹാന്വേഷണം. അതേ കണ്ടല്ലോ, ഒരുത്തൻ ചാടി എൻ്റെ ഇടുപ്പിൽ കയറി കഴിഞ്ഞു. ഇനി അവൻ അവിടെ ഇരുന്ന് അഭ്യാസങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. അവൻ ഇനിയിപ്പോൾ അത് കഴിക്കണമെന്ന് പറയും. അതിൽ നിന്ന് തന്നെ എടുത്ത് ഉപ്പ് നോക്കണമെന്ന് പറയണ്ട. ഉപ്പ് നോക്കാൻ വേണ്ടി ഇങ്ങനെ ചവച്ചൊക്കെ കാണിക്കുകയാണ്. അങ്ങനെ രാവിലെ അവൻ്റെ അമ്മ പൂരി പരത്തുന്നുണ്ട്, ഞാൻ പൂരി ചുടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പൂരിയൊക്കെ കഴിച്ചൊക്കെ ജോലിയൊക്കെ തീർന്നതിന് ശേഷം ഇന്ന് എനിക്ക് വീണ്ടും ഞാൻ ചന്തയിലോട്ടൊന്ന് പോകുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ പോയി വാങ്ങിയിട്ട് വന്ന ഒരാഴ്ചയിൽ ഒരു ദിവസം പോയാൽ പിന്നെ കുറച്ച് ദിവസത്തേക്ക് അങ്ങോട്ട് പോകണ്ട. കുറച്ച് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരാം. അപ്പം മീനെ ചന്തയിലൊക്കെ പോയിട്ട് വന്നിട്ട് മീനൊക്കെ വയ്ക്കാൻ വേണ്ടി ഞാൻ തേങ്ങയെല്ലാം തീമി റെഡിയാക്കിയിട്ടാണ് പോണത്. എല്ലാം തിരുമ്മി വെച്ചിട്ടാണ് പോണത്. പിന്നെ അതേ ചോറൊക്കെ റെഡിയായി കഴിഞ്ഞു. പിന്നെ ഇനി ചന്തയിൽ പോയിട്ടൊന്ന് മീൻ വെക്കണം കേട്ടോ. ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ഒരു വെള്ള ചൂര വാങ്ങിച്ചുകൊണ്ടൊന്ന് ഞാൻ കറി വെച്ചു. ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ തേങ്ങ തിരുമ്മിയൊക്കെ വെച്ചു. അത് കഴിഞ്ഞ് പൂരി ഒരു പാത്രം നിറച്ചുണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കഴിച്ച് കാണും. കഴിച്ചില്ലെങ്കിൽ ഓടി വാ, മുട്ടക്കറിയും പൂരിയും തരാം. അങ്ങനെ ഇന്നത്തെ രാവിലത്തെ അടുക്കള പണിയെല്ലാം കഴിഞ്ഞതേ കണ്ടല്ലോ. ഈ പുത്രൻ തറയിൽ ഇറങ്ങൂല നിന്ന്. ചില ദിവസങ്ങൾ അവൻ്റെ സ്വഭാവം ഇത് തന്നെയാണ്. തോളിൽ തന്നെ കയറിയിരുന്നോളും. പിന്നെ അവിടെ എല്ലാം ഒന്ന് കഴുകി അതിനുശേഷം ഒന്ന് തുടച്ചും കൂടെ അങ്ങ് ഇടാം. അപ്പോൾ പെട്ടെന്ന് ഉണങ്ങുള്ളൂ. തുടച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ഉണങ്ങില്ല. ഇങ്ങനെ വെള്ളങ്ങളെല്ലാം ഇങ്ങനെ അവിടെ ആയിട്ട് ഇങ്ങനെ പുള്ളിയായി കിടക്കും. അതുകൊണ്ട് അതെല്ലാം റെഡിയാവുന്നുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇനി ഒരു വീഡിയോ കൂടി ഉണ്ട്. ബാക്കിയും കൂടി കാണാം കേട്ടോ. പോലീസിലെ പിടിച്ചു കൊടുക്കും. ചീത്ത വിളിക്കണവരടുത്ത് തന്നെ മീൻ വാങ്ങിക്കാൻ വരും. ഒരു കിലോ ഉണ്ട്. പടത്തോടെ എത്ര? 100 മതിയാ? ശരി, നിനക്ക് വലുത് കയറട്ട് മതി. നീ ഇവിടെ കരിയപ്പലൊന്നുമില്ലേ? ചില്ലറയാ തന്നത് ആളുകൾ ഇങ്ങനെ ഇരിക്കണോണ്ട് അയ്യോ നേരി തോന്നിക്കോളും. ഞാൻ വെട്ടി ഇന്ന് എടുത്ത് വെച്ചതാണ്.